Question number 11. Which of the following statement is correct about Niti Aayog? The aim of Niti Aayog is to achieve sustainable development goals and to enhance cooperative federalism in the country. 2. The Prime Minister of India is the ex officio chairperson of the Niti Aayog. 3. There are 8 full-time members in the Niti Aayog. Option A, 2 and 3. Option B, 2. Option C, only 1. Option D, only 1 and 2. Rajeshwariyum, option D. Any other answer? Okay, fine. Let me answer. So now the statement ശരിയാണ്. ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യയിൽ നടപ്പിലാക്കലാണ് നീതി ആയോഗിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം. ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കിടയിലും പരസ്പരം ഐക്യത്തോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുക. ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അപ്പൊ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ഫെഡറലിസവും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും അച്ചീവ് ചെയ്യലാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും ഒഴിവാക്കാം. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ശരിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹം നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. സോ 1, 2 ശരിയാണ്. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ട് ശരിയാണെങ്കിൽ നമ്മൾ കൂളായിട്ട് ആൻസറിലെത്തി. ഓപ്ഷൻ ഡി. അപ്പോഴേക്ക് നമ്മൾ 1, 2 ശരിയാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ഡി ആൻസർ കുത്താം. കാരണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കാരണം എന്താ? നീതി ആയോഗില് 4 ഫുൾ ടൈം മെമ്പേഴ്സ് ആണ്, അല്ലാതെ 8 ഫുൾ ടൈം മെമ്പേഴ്സ് അല്ല. അത് നമുക്ക് അതിലേക്ക് എത്തേണ്ട കാര്യമില്ല. 1, 2 ശരിയാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂളായിട്ട് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എലിമിനേഷന്റെ ഒരു ടെക്നിക്ക്. പരിപൂർണമായും ശരി പരിപൂർണമായും തെറ്റ് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ആൻസറിലേക്ക് കൂളായിട്ട് എത്താൻ പറ്റും. ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ വായിക്കണമെന്നും കൂടിയില്ല. ഓക്കെ അല്ലേ? നേരത്തെ വായിക്കാതിരിക്കത്തില് എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കണം, എന്നിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് പോലെ അടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് ദ സെക്സ് റേഷ്യോ ഇൻ കേരള decreases from 2011 census to 2021 census, which could hypothetically be the reason among the following. There is a mass male return migration. 2. There is a mass exodus of females to other countries. 3. There is a decrease in the female feticide. Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, both 1 and 3. So, this is a logical question. സന്ദർഭോചിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ലോജിക്കലി ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് ആൻസർ വരിക? ഷാഫി ഓപ്ഷൻ ഡി പറയുന്നു, രാജേശ്വരി ഓപ്ഷൻ സി പറയുന്നു. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടോ. നമ്മള് തെറ്റാണ് തെറ്റിക്കോട്ടെ, ആരുടെ ക്ലാസ്സിൽ എന്തുവാണെന്ന് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. എക്സാം ഹാളിൽ പോയിട്ട് ആ ഒരു തെറ്റ് ആവർത്തിക്കരുത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആൻസർ ചെയ്യാനുള്ള ഒരു ആർജവം കാണിക്കണം. ഓക്കെ, അപ്പം തെറ്റിക്കോട്ടെ, എല്ലാവരും ആൻസർ ചെയ്തോളൂ. അഖിൽ SPC. ക്വസ്റ്റ്യൻ ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്. 2011 സെൻസസിൽ നിന്നും 2021 സെൻസസിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ എന്താകുന്നു? സെക്സ് റേഷ്യോ എന്താക്കുന്നു? കുറയുന്നു. അപ്പൊ സെക്സ് റേഷ്യോ കുറയുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഈ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാല് 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതാണ് സെക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 1000 പെൺകുട്ടികൾ ജനിച്ചത് അത് ടാലിയായി. 1000 ആൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് 900 പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അവിടെ സെക്സ് റേഷ്യോ നെഗറ്റീവ് ആണ്. 1000 ആൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് 1030 പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അവിടെ സെക്സ് റേഷ്യോ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല. അപ്പൊ 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു ആ ഒരു കണക്കാണ് സെക്സ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 2011 സെൻസസിൽ നിന്ന് 2021 സെൻസസിലേക്ക് വരുന്ന സമയത്ത് എന്താക്കുന്നു? സെക്സ് റേഷ്യോ കുറയുന്നു. മീൻസ് ആൺകുട്ടികളുടെ അത്രയും പെൺകുട്ടികൾ ജനിക്കുന്നില്ല, അത്രയും പെൺകുട്ടികൾ ആണുങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ പെണ്ണുങ്ങളില്ല. ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്നാം ചോദ്യം, there is a mass male return migration. അല്ലെ, വിദേശത്തൊക്കെ പോയ എല്ലാ പുരുഷന്മാരും ഒന്നിച്ചാണ് തിരിച്ചു വരിക. സോ പുരുഷന്മാർ ഒന്നിച്ച് തിരിച്ചു വരും, സ്ത്രീകൾ വരുന്നില്ല. ഒന്നിച്ച് പുരുഷന്മാർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാരുടെ എണ്ണം കുറയും, പുരുഷന്മാരുടെ എണ്ണം കൂടും, സ്ത്രീകളുടെ എണ്ണം കുറയും. സോ മാസ് മെയിൽ റിട്ടേൺ മൈഗ്രേഷൻ എന്തിന് കാരണമാവുന്നുണ്ട്? സെക്സ് റേഷ്യോ കുറയാൻ കാരണമാവുന്നുണ്ട് അല്ലെ. സോ ഇവിടെ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പുറത്തോട്ടൊക്കെ പോയി, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പോയി. സോ പുരുഷന്മാർ മാത്രമായിട്ട് വരുന്നു. പുരുഷന്മാരുടെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് റിട്ടേൺ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും സെക്സ് റേഷ്യോ കുറയും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ട്, there is a mass exodus of female to other countries. ഇവിടെയുള്ള സ്ത്രീകൾ ഗണ്യമായിട്ട് വിദേശത്തേക്ക് വിട്ടു പോകുന്നു. ഇവിടെ
പുരുഷന്മാരുടെ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ ഗണ്യമായിട്ട് വിദേശത്ത് വിട്ടു പോകുന്നു. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും? സെക്സ് റേഷ്യോ കുറയും. അതും ശരിയാണ്. ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ ഫീമെയിൽ ഫെറ്റിസൈഡ്. ഫീമെയിൽ ഫെറ്റിസൈഡ് പറഞ്ഞാൽ പെൺ ഭ്രൂണഹത്യ. ഓക്കെ, സോ പിന്നെ ഗർഭിണിയായ സമയത്ത് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയെ എന്ത് ചെയ്യാം? വധിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക. ഓക്കെ, അതാണ് ഫീമെയിൽ ഫെറ്റിസൈഡ്. ഫീമെയിൽ ഫെറ്റിസൈഡിൽ ഡിക്രീസ് വന്നു കഴിഞ്ഞാൽ, പെൺ ഭ്രൂണഹത്യ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സെക്സ് റേഷ്യോ കുറയാൻ കാരണമാകും? ഇല്ല, തെറ്റാണ്. കാരണം എന്താ? ഇവിടെ പെൺ ഭ്രൂണഹത്യ കൂടണം. കൂടിയാലേ എന്താവുള്ളൂ? സെക്സ് റേഷ്യോ കുറയുള്ളൂ. ഫീമെയിൽ ഫെറ്റിസൈഡിൽ കുറഞ്ഞാൽ, ഫെറ്റിസൈഡ് കുറഞ്ഞാൽ, പെൺ ഭ്രൂണഹത്യ കുറഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ എണ്ണം കൂടുമല്ലോ. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 and 2. ഓക്കെ അല്ലോ? കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായല്ലോ? മുന്നോട്ട് പോകാലോ? വെരി ഗുഡ്, മുന്നോട്ട് പോകാം. അടുത്ത 13th ക്വസ്റ്റ്യൻ. Regions are categorized into different stages with respect to its achievements in growth and human development. At present, which stage does Kerala state belongs to among the following? Vicious, virtuous, human development lopsided, growth lopsided. At least SP option C. Okay, fine. Let me answer. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മനുഷ്യ പുരോഗതി കൂടുതലുള്ളത് കേരളത്തിലാണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. വീഷ്യസ് ഉണ്ട്, വിർച്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ലോപ്സൈഡഡ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രോത്ത് ലോപ്സൈഡഡ് ഉണ്ട്. ഓക്കെ, ഇത് ഇനി ഓരോന്നും എന്താണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ്, പിന്നെ വീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമൻ ഡെവലപ്മെന്റും ഇല്ല, അതേപോലെ എക്കണോമിക് ഗ്രോത്തും ഇല്ല. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് മനുഷ്യ പുരോഗതി ഉണ്ടാവും, ഗ്രോത്തും ഉണ്ടാകും. ഓക്കെ, സോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ അല്ലേ? പ്രത്യേകം നോട്ട് ചെയ്യാം. ഇപ്പൊ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഓരോ വർഷം എക്കണോമി 10, 12, 13% ഗ്രോത്ത് ഉണ്ട്. എക്കണോമിക് വളർച്ചയുണ്ട്. പക്ഷെ വളർച്ചക്കനുസരിച്ച് ചിലപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ആ ഒരു മേഖലയിലേക്കുള്ള നേട്ടങ്ങളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഹ്യൂമൻ ഡെവലപ്മെന്റും ഇല്ല, ഗ്രോത്തും ഇല്ല. ആ ഒരു സ്റ്റേജ് ആണ് വീഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഹ്യൂമൻ ഡെവലപ്മെന്റും ഇല്ല, അതേപോലെ തന്നെ ഗ്രോത്തും ഇല്ല. ഓക്കെ, ഇനി വിർച്യൂസ് ഉണ്ട്. വിർച്യൂസ് എന്നാൽ ഹ്യൂമൻ ഡെവലപ്മെന്റും ഉണ്ട്, ഗ്രോത്തും ഉണ്ട്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്പ് അതായത് ഹെൽത്ത്, അതേപോലെ എഡ്യൂക്കേഷൻ തുടങ്ങിയ ഹ്യൂമൻ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതേപോലെ എക്കണോമിക് ഗ്രോത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ എക്കണോമിക് ഗ്രോത്ത് റേറ്റും ഉണ്ട്, അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് രണ്ടും ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് വിർച്യൂസ്. ഓക്കെ അല്ലെ? അടുത്ത ഹ്യൂമൻ ഡെവലപ്മെന്റ് ലോപ്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ല, പക്ഷെ എന്തുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ട്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയൊക്കെ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നല്ല മുന്നേറ്റമുണ്ട്, പക്ഷെ എക്കണോമിക് ഗ്രോത്ത് ഇല്ല. അതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ലോപ്സൈഡ്. ഇനി ഗ്രോത്ത് ലോപ്സൈഡ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇല്ല. ആ ഒരു സ്റ്റേജ് ആണ് ഗ്രോത്ത് ലോപ്സൈഡ്. ഇതിൽ കേരളത്തിന്റെ സ്റ്റേജ് ഏതാണെന്നാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ലോപ്സൈഡ് ആണ്. കേരളത്തിൽ ഹെൽത്ത്, അതേപോലെ എഡ്യൂക്കേഷൻ ഇതൊക്കെ വളരെ കൂടുതലാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് വളരെ കൂടുതലാണ്. പക്ഷെ കേരള എക്കണോമിക്ക് കമ്പാരിറ്റീവ്ലി അത്രക്ക് എന്തില്ല? ഗ്രോത്ത് ഇല്ല. എക്കണോമിക് ഗ്രോത്ത് റേറ്റ് കുറവാണ്, പക്ഷെ ഹ്യൂമൻ ഡെവലപ്മെന്റ് വളരെ കൂടുതലാണ്. സോ അത്തരം നേട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ലോപ്സൈഡ്. ക്ലിയർ ആണ്? മുന്നോട്ട് പോകാലോ? അപ്പം വിഷ്യസ് എന്താ, വിർച്യൂസ് എന്താ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ലോപ്സൈഡ് എന്താ, ഗ്രോത്ത് ലോപ്സൈഡ് എന്താ? മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. Kerala state is considered to be very particular in constituting the finance commission on a regular basis. Consider the following with respect to the fundamental terms of reference these commissions. Option 1, recommending devolution of fund from state to local governments. 2, preparing memorandum to Union Finance Commission to assist the state finance Which of the statement given above are correct? 1 only, 2 only, both 1 and 2, neither 1 or 2. കേരള ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് താഴ്ന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? സോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം നാഷണൽ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്, അഥവാ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. അതേപോലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243, ഓക്കെ മറന്നു. ഓക്കെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 243 F പ്രകാരം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ഓക്കെ അല്ലേ?
ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടയിൽ ടാക്സ് വീതം വെക്കുക. ടാക്സ് നിന്ന് കൊടുക്കുന്ന വരുമാനമുണ്ട്, ഇപ്പൊ ഇൻകം ടാക്സ് ഒക്കെ പോലെയുള്ള സെൻട്രലും സ്റ്റേറ്റും ഇടയിൽ വീതം വെക്കുന്ന ടാക്സ് ഉണ്ട്. സോ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടയിൽ ടാക്സ് വീതിച്ചു കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? ഫിനാൻസ് കമ്മീഷന്റെ കടമയാണ്, അഥവാ യൂണിയൻ ഫിനാൻസ് കമ്മീഷന്റെ ചുമതലയാണ്. ഓക്കെ, അപ്പം സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്? ഫിനാൻസ് കമ്മീഷന്റെ കടമയാണ്. പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന് സ്റ്റേറ്റ് ഗവൺമെന്റിന് കിട്ടുന്ന ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ ലോക്കൽ ബോഡീസിനും ഇടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചുമതലയുമാണ്. ഓക്കെ അല്ലേ, മനസ്സിലായില്ല? അപ്പൊ സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിൽ വരുമാനം വീതിച്ചു കൊടുക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ അർബൻ ലോക്കൽ ബോഡീസിനും ഇടയിൽ, ലോക്കൽ ഗവൺമെന്റിനും ഇടയിൽ ടാക്സ് വിധിച്ചു കൊടുക്കേണ്ടത്, ടാക്സിനുള്ള വരുമാനം വിധിച്ചു കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചുമതലയുമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ? സ്റ്റേറ്റിൽ നിന്നും ലോക്കൽ ഗവൺമെന്റിലേക്ക് ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനാണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താ? പ്രിപ്പയറിംഗ് മെമ്മറണ്ടം ടു യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ ടു അസിസ്റ്റ് സ്റ്റേറ്റ് ഫിനാൻസ്. ഓക്കെ, സ്റ്റേറ്റ് ഫിനാൻസിനെ പിന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂണിയൻ ഫിനാൻസ് കമ്മീഷനോട് മെമ്മറണ്ടം കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചുമതലയല്ല. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേറെ ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇടപെടണമൊന്നുമില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന് യൂണിയൻ ഫിനാൻസ് കമ്മീഷനോട് എന്താക്കാൻ പറ്റില്ല, ഇത്രയും ഫണ്ട് സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനോ റെക്കമെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. രണ്ട് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇടപെടുന്നില്ല. അതുകൊണ്ട് ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ്. സോ ഓപ്ഷൻ എ 1 ഓൺലിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലോ? മുന്നോട്ട് പോയാലും നമ്മുടെ ഭരണഘടന പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോട്ടോ. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. Kerala's achievement in health sector is widely acknowledged. Now consider the following statements. There is syndrome of low mortality and high morbidity. 2. There is a syndrome of high mortality and low morbidity. Which of the statements given boys are correct? 1 only, 2 only, both are 2, neither one are. ഇവിടെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുകയുള്ളൂ എന്നൊരു ബോധം വേണം. ഓക്കെ, അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യന് ബോത്ത് 1 and 2, നീതർ 1 or 2 ആൻസർ ചെയ്യാൻ പാടില്ല. കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഒരു ക്വസ്റ്റ്യന് ഒരു കാരണവശാലും സിയോ ഡിയോ ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന് ശരിയാണെങ്കിൽ മറ്റേത് ശരിയല്ല. ആ ഒരു ലോജിക്ക് ഉണ്ടാവണം. മനസ്സിലായാലും? അപ്പം എന്താ ചോദ്യം? There is a syndrome of low mortality and high morbidity. What is mortality? Mortality എന്ന് പറഞ്ഞാൽ എന്താ? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല് മരണനിരക്കാണ്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗം വരാനുള്ള ചാൻസ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാല് മോർബിഡിറ്റി മീൻസ് രോഗം ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തില് മരണനിരക്ക് കുറവ്. കാരണം നമുക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് സെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ ലോ മോർട്ടാലിറ്റി ആണ് കേരളത്തിലുള്ളത്. ഓക്കെ, ശരിയാണ്. പക്ഷെ കേരളത്തിൽ ഒരാൾക്ക് രോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ? കേരളത്തിന്റെ കാലാവസ്ഥ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കാലാവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, മോർബിഡിറ്റി വളരെ കൂടുതലാണ്, മരണനിരക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നിപ്പ പോലെയുള്ള ധാരാളം അസുഖങ്ങൾ കേരളത്തിലാണ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പൊ കേരളത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള രോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ കേരളത്തിന്റെ ഹെൽത്ത് സെക്ടറിന്റെ പ്രത്യേകത, കേരളത്തിൽ ലോ മോർട്ടാലിറ്റി ആണെങ്കിലും അഥവാ മരണനിരക്ക് കുറവാണെങ്കിലും രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഹൈ മോർബിഡിറ്റി ആണ്. ഓക്കെ അല്ലേ? സോ കേരളത്തിന്റെ പ്രത്യേകത, കേരളത്തിൽ എന്താണ്? ദർ ഇസ് സിൻഡ്രോം ഓഫ് ലോ മോർട്ടാലിറ്റി ആൻഡ് ഹൈ മോർബിഡിറ്റി. സോ ഓപ്ഷൻ എ 1 ഓൺലിയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ.